എന്താ ഞാൻ ഇപ്പോൾ വാട്സപ്പ് തുറക്കാന്നേ. വാട്സപ്പ് തുറക്കുന്നതിന് കണ്ടോ ഇങ്ങനെ വരുന്നത് ഷോ നോ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇതെങ്ങനെയാ വന്ന്? ഇപ്പോൾ എൻ്റെ നെറ്റ് ഓണാണല്ലോ, വൈഫൈ ഓണാണ്. നെറ്റ് പിന്നെ സിം ഇല്ലാത്തതുകൊണ്ട് നെറ്റില്ല. വൈഫൈ നല്ല സ്പീഡ് വൈഫൈ ഇവിടെ ഓണാണ്. പക്ഷെ വാട്സപ്പ് തുറക്കുന്നവർ ഇങ്ങനെ വരുന്നത് അതൊരു ടെക്നിക്കാണ്, അടിപൊളി ടെക്നിക്ക്. നമ്മളെ ഫോണിപ്പം ആരെങ്കിലും എടുത്ത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്ക് തുറക്കാനാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക്. എന്താണെന്നറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള 4 or 5 തരം ആപ്പ് ലോക്കുകൾ നമുക്ക് ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്യാം. അടിപൊളി ലോക്കുകൾ, വെറൈറ്റി ലോക്കുകൾ. അതിനുള്ള സംഭവമാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് ലോക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെ ഇത് സെറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിത് ഓപ്പൺ ചെയ്താൽ ഇവിടെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളൊരു ബട്ടൺ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് അടുത്തതായിട്ട് ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് കൊടുക്കുക. പാറ്റേൺ കൊടുത്ത് ആ പാറ്റേൺ ഒന്നുകൂടി കൺഫേം ചെയ്യുക. അതിന് ശേഷം വരുന്ന സ്ക്രീനിൽ നമുക്ക് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് നമ്മൾ ഒരു നമ്പറാണ് കൊടുക്കേണ്ടത്. വാട്ട്സ് യുവർ സീക്രട്ട് നമ്പർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് നമുക്ക് മറന്നു പോകാത്ത ഒരു നമ്പർ കൊടുക്കുക. ഞാനൊരു നമ്പർ അവിടെ കൊടുത്ത് എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്താൽ അടുത്ത പേജിൽ ഇങ്ങനെയാണ് വരിക. ഇവിടെ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും ടിക്ക് മാർക്കിലാണ്ടാകുക. ആ ടിക്ക് മാർക്ക് അങ്ങ് ഒഴിവാക്കി കളയുക. എന്നിട്ട് പ്രൊട്ടക്റ്റ് കൊടുക്കുക. പ്രൊട്ടക്റ്റ് കൊടുത്താൽ നമുക്കിവിടെ 3 പെർമിഷൻ ചോദിക്കും. അത് 3 അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ മെയിൻ ഇന്റർഫേസ്. ഇവിടെ നമുക്ക് ഫേക്ക് ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. 4 ഓപ്ഷൻസ് ഉണ്ടാകുക. അതിൽ നമുക്ക് എടുക്കേണ്ടത് ഫേക്ക് ലോക്ക് എന്നാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ചെയ്താൽ നമ്മളെ ഗാലറി പെർമിഷൻ ചോദിക്കും. അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതാണ് ഇന്റർഫേസ്. ഇവിടെ നമുക്ക് ഫോട്ടോസ് പോലെ 5 കാണുന്നില്ലേ? ഈ 5 രീതിയിലുള്ള ലോക്കുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്നാമത്തേത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണുന്ന നോ ഇന്റർനെറ്റ് കണക്ഷൻ ആണ്. നമ്മുടെ മൊബൈൽ ഡാറ്റ ആയാലും വൈഫൈ ആയാലും ഒക്കെ ഓണിലുണ്ടാവും. പക്ഷെ ഒരാളെടുത്ത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാ നോ ഇന്റർനെറ്റ് കണക്ഷൻ ആണ്. അപ്പൊ അവരത് അടുത്തേച്ച് പോയിക്കോളും. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യുക? ഇവിടെ ഒരു ഓക്കെ ബട്ടൺ കാണുന്നില്ലേ? അതിൽ 3 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ ഇവിടെ അപ്ലൈ എന്നുള്ള ഒരു സംഭവം വരും. അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റ് ആകും. ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്ക് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെയുള്ള ഒരു കോൾ ഓപ്ഷൻ കാണുന്നില്ലേ? സ്ക്രീൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വാട്സപ്പിനോ സെറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ വാട്സപ്പ് എടുത്ത് തുറക്കുന്ന നേരം അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നതായിട്ട് കാണിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? കോൾ കട്ടാക്കാൻ നോക്കും, അക്സെപ്റ്റ് ചെയ്യാൻ നോക്കും, ഒന്നും നടക്കില്ല. പക്ഷെ നമുക്കിതെങ്ങനെ ഓപ്പൺ ചെയ്യുക? അതിന് ഈ മെസ്സേജിൽ നിന്ന് കോളിലേക്ക് ഒരു കണക്ഷൻ കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. വാട്സപ്പിനൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. അപ്ലൈ. അതാടാ അപ്ലൈ കൊടുത്ത്. ഞാനിപ്പോൾ വാട്സപ്പിന് ആ ലോക്ക് സെറ്റ് ചെയ്ത്. ഇനി നമ്മൾ വാട്സപ്പ് തുറക്കുന്നേരം എങ്ങനെ ഉണ്ടാകുക നോക്കുക. വാട്സപ്പ് തുറന്നാൽ നോ ഇന്റർനെറ്റ് കണക്ഷൻ അങ്ങനെ കാണിക്കുക. അപ്പം ആരെങ്കിലും എടുത്ത് നോക്കുന്നേരം തുറന്ന് നോക്കുന്നേരം ഇങ്ങനെ കാണിക്കുന്നേരം അവരവിടെ വെച്ച് പോയിക്കോളും. ഇനി നമുക്കിത് തുറക്കണമെങ്കിൽ ഈ ഓക്കെ ബട്ടണിൽ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മൾ ആദ്യം കൊടുത്ത പാറ്റേൺ വരും. അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. എങ്ങനെയുണ്ട്? അടിപൊളി ലോക്കല്ലേ? ആവശ്യക്കാർ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.